ഇന്നേ നമുക്ക് നല്ല കോഴിക്കോടൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് സവാള ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ട്, പിന്നെ പച്ചമുളകും കൂടി, പിന്നെ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. മറ്റൊരു പാത്രത്തിലേക്ക് ബീഫ് എടുക്കുക. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മസാലപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അതെല്ലാം കൂടി ആദ്യം കുറച്ച് ഉപ്പും കൂടി ചേർക്കണേ. ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും തക്കാളിയും, പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റില്ലേ അതും കൂടി ഇടുക. പിന്നെ മല്ലിയില, പിന്നെ നാരങ്ങ നീരും, തൈര് ഉണ്ടെങ്കിൽ തൈരും ചേർക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ തൈര് ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല കേട്ടോ. എന്നിട്ട് നേരത്തെ പോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് ആ സവാളയൊക്കെ ഞെരടി എടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അത് അങ്ങനെ വെച്ചേക്കണം. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കിസ്മസും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുക. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുന്തിരി മാത്രമാണ് വറുത്തെടുത്തത്. അതേ പാനിൽ തന്നെ നമ്മൾ സവാളയും കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഫ്രൈ ആവുന്ന സമയത്ത് ഞാൻ കുക്കറിൽ നമ്മുടെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ സ്റ്റവിൽ തന്നെ ഫസ്റ്റ് വിസിൽ തീ കൂട്ടി വെച്ചിട്ട് അടിക്കണ വരെ തീ കൂട്ടി വെക്കുക. അതിനുശേഷം കുറച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ അടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ബീഫ് വേകും. പിന്നെ അതേ പാനിൽ തന്നെ നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കാനുണ്ട്, അതായത് പൊടിക്കാത്ത സ്പൈസസ്. പിന്നെ അതിലേക്ക് സവാള, പിന്നെ നേരത്തെ പേസ്റ്റാക്കി വെച്ച ആ മിക്സും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരി വേവിക്കാനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഉണ്ട് ഇട്ട് കൊടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വെച്ച അരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാൻ നമ്മുടെ റൈസ് വെന്തതിനപ്പോഴേക്കും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു പാനിൽ തന്നെ ഞാൻ ജസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് സവാളയും, പിന്നെ നേരത്തെ ആ പേസ്റ്റും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വാട്ടി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ബീഫിൽ വെള്ളം വറ്റി വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആ റൈസിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അതേപോലെ മുന്തിരി ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവേ. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ഒരു 5-10 മിനിറ്റ് ദമ്മിടുക. എന്നിട്ട് ആ ദമ്മങ്ങ തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലുണ്ടാവും. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.